ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻ്റായിരുന്നു, ബൈബിളിൽ നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ അതേക്കുറിച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയെക്കുറിച്ചൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരം വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുപാട് പേര് ഈ രീതിയിൽ നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കത് സാധിച്ചു കിട്ടാറുമുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ ആധികാരികമായ രീതിയിലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഞാനും ഇത്തരത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇപ്രകാരം പ്രാർത്ഥിച്ചതെന്നാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഏതാണ്ടൊരു 5-6 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു +1 +2 ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കുർബാന പുസ്തകത്തിൽ നിയോഗം എഴുതി വെച്ച വിശുദ്ധ ബലിയിൽ എന്നും ആ നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ നിയോഗം എഴുതി വെക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ 2 ബ്രദേഴ്സ്, അവരെൻ്റെ ഫസ്റ്റ് കസിൻസ് ആണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് അവരുടെ സങ്കടം കണ്ട് എനിക്ക് ആ സമയത്ത് സ്വയം തോന്നി ഞാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത്. ഒരു പേപ്പർ എടുത്ത് അതിലാദ്യം ഞാനൊരു വചനം എഴുതി. വചനം ഇങ്ങനെയായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ. ഞാൻ ഈ വചനം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി, എൻ്റെ ചേട്ടായുടെയും ചേച്ചിയുടെയും പേരെഴുതിയിട്ട്, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. അടുത്തത് മറ്റൊരു വചനം എഴുതി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ വചനത്തിൻ്റെ അടിയിൽ അടുത്ത ബ്രദറിൻ്റെ പേരും അവൻ്റെ വൈഫിൻ്റെ പേരും എഴുതിയിട്ട്, ഇവർക്ക് മക്കളെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഓരോ വചനങ്ങൾ എഴുതി, ഓരോ വചനത്തിൻ്റെ മടിയിൽ അവരുടെ പേരും എഴുതി വെച്ച്, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്നെഴുതി ഞാൻ ബൈബിളിൽ വെച്ചു. എന്നിട്ട് എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഞാൻ ബൈബിള് വായിക്കുന്ന സമയത്തോ അല്ലെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ പേപ്പർ എടുത്ത് ഈ വചനം പല ആവർത്തി ഏറ്റുപറഞ്ഞ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഉപവാസം എടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകമായിട്ട് ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 3 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആ സന്തോഷ വാർത്ത എൻ്റെ കാതുകളിലെത്തി. അവരിൽ ഒരാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന്. താമസിയാതെ തന്നെ തൊട്ടടുത്ത മാസങ്ങളിൽ അടുത്ത ബ്രദറിൻ്റെ വൈഫും പ്രഗ്നൻ്റായി. അവർക്ക് കുഞ്ഞുണ്ടാകുന്നതുവരെ ഞാൻ ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് അവർക്ക് 2 പേർക്കും മക്കളുണ്ടായതിനു ശേഷം ഞാൻ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പിന്നീട് പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ആ പേപ്പർ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റിയില്ല. അതങ്ങനെ എടുത്തു മാറ്റാൻ എന്തോ എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാനത് ബൈബിളിൽ തന്നെ ആ പേപ്പർ അപ്രകാരം ഇരുന്നു. പിന്നീട് ഞാൻ അറിയുന്നത് 1.5 വയസ്സ് വ്യത്യാസത്തിൽ 3 മക്കളെ നൽകി അതിൽ ഒരു ചേട്ടായിയെ ദൈവം അനുഗ്രഹിച്ചു. 3 മക്കളെ കൊടുത്ത് മറ്റേ ബ്രദറിന് ഒരു മോളും. കഴിഞ്ഞ വർഷം ചേട്ടായിയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഈ കാര്യം അവനോട് ഷെയർ ചെയ്തു. അവന് മക്കളില്ലാതിരുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം ബൈബിളിൽ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോഴും ആ പേപ്പർ അതുപോലെ ബൈബിളിൽ ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്നൊരു തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: എൻ്റെ പൊന്നു മോളെ, നീ ആ പേപ്പർ അങ്ങ് എടുത്തു മാറ്റിക്കോ, അല്ലെങ്കിൽ എല്ലാ വർഷവും എൻ്റെ ഭാര്യ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളത് ജസ്റ്റ് ഒരു കോമഡിയുടെ രൂപത്തിൽ എടുത്താൽ മതി കേട്ടോ. അവൻ ചിരിച്ചുകൊണ്ട് ഒരു ഫണ്ണായിട്ട് അങ്ങ് പറഞ്ഞൊരു കാര്യമാണത്. അവന് ദൈവം എത്രത്തോളം മക്കളെ കൊടുക്കുന്നുവോ അത്രയും മക്കളെ സ്വീകരിക്കാൻ അവൻ തയ്യാറാണ്. അവൻ എപ്പോഴും പറയും, ഞാനൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് 3 മക്കളെ നൽകി അനുഗ്രഹിച്ചു എന്ന്. ഞാൻ എന്തായാലും അതിനുശേഷം ഞാൻ ആ പേപ്പർ എടുത്ത് മാറ്റി കേട്ടോ. ബൈബിളിൽ ആദ്യമായി നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് ഞാൻ അങ്ങനെയായിരുന്നു. പിന്നീട് എനിക്കത് വലിയ വിശ്വാസമായി. ഇപ്പോൾ ചില ആവശ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഇപ്രകാരം എഴുതി വെച്ച് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പല മനുഷ്യരും ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ബൈബിളിലെ ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വചനം ഇങ്ങനെയാണ്:
കർത്താവ് എനിക്കുത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവനു പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ഈ വാക്യം ചിലർ ദൈവത്തോടുള്ള ദർശനമോ നിയോഗമോ എഴുതിവെച്ച് പ്രാർത്ഥിക്കുക എന്ന ഒരു ആത്മീയ ശീലത്തിന് ആധാരമായി ഈ വചനത്തെ ആളുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു വിശ്വാസ രീതി ആളുകൾക്കിടയിൽ ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവഹിതമാണെങ്കിൽ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെപ്പോലും സുഖപ്പെടുത്തുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ നിങ്ങൾക്ക് ഇപ്രകാരം എഴുതി വെച്ച് ബൈബിളിൽ വെച്ച് നിങ്ങൾക്ക് ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. വചനം ദൈവമാണ്. വചനത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ശക്തിയുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഏത് നിയോഗത്തിന് വേണ്ടിയാണെങ്കിലും ഇപ്രകാരം എഴുതി പ്രാർത്ഥിക്കാൻ പറ്റിയ ഏതാനും വചനങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങളതൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും ഇപ്രകാരം ബൈബിളിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വചനങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തെ വചനം ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനമാണ്. കർത്താവേ, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഇതൊരു അത്ഭുത വചനമാണ് കേട്ടോ. അതിശക്തമാണ് ഈ വചനം. എനിക്ക് ഇഷ്ടമുള്ളൊരു വചനമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വചനമാണ്. മറ്റൊരു വചനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വീണ്ടും ലൂക്ക 1-ാം അധ്യായം 37-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഫിലിപ്പി 4:19. നമുക്കെല്ലാം അറിയാം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.